ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് കടന്നു വന്ന് കർത്താവിനെ പുകഴ്ത്തുവാനും ആരാധിക്കുവാനും ദൈവം മറ്റൊരു സന്ദർഭം തന്നതോർത്ത് ഞാൻ കർത്താവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. I bring greetings to all of you and I give thanks to the Lord for giving us one more opportunity to come into His presence and worship His holy name. നമ്മൾ ജീവനോടുകൂടെ ഇരിക്കുന്നത് നമ്മുടെ ആരുടെയും മഹിമയോ പുണ്യപ്രവൃത്തിയോ അല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയും മാത്രമാണ്. ലോകത്തിലെ ഈ കൊറോണ വൈറസ് വന്ന ശേഷം എത്രയോ പേര് രോഗികളായി, എത്രയോ പേര് മരിച്ചുപോയി, മറ്റനർത്ഥങ്ങളും കഷ്ടങ്ങളും നാൾതോറും നമ്മുടെ ചുറ്റുപാടൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. And it's not our merit that we are alive this morning, that we can see things going around our world, going around our situations, but it is only His mercy and His grace which has given us one more chance, and count that as a blessing that God given and be in His presence this morning. മനുഷ്യബന്ധങ്ങൾക്കും അല്ലെങ്കിൽ അന്യോന്യമുള്ള കരുതലിനും വളരെയധികം പ്രാധാന്യം കുറഞ്ഞു കിട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. We live in times where the relationships and the bondings between people have been decreasing drastically. അമേരിക്ക കൊറോണ മാത്രമല്ല, ഒരു മനുഷ്യനെ ഒരു പോലീസുകാരൻ മറ്റ് 3 പേരോട് സഹായത്തോടു കൂടെ വളരെ നികൃഷ്ടമായി കൊന്നതിൻ്റെ ഫലമായി അമേരിക്കയിലെ മിക്ക പട്ടണങ്ങളും തീവെക്കുകയും കൊള്ളവെക്കുകയും അങ്ങനെ വലിയ കലാപം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. This is a time, as we all know, that it's not only just the corona thing is affecting us, but rather there was an incident which happened in one of the major cities of America where one man was killed by another man, and because of that reason there are riots and looting and things are happening in many cities. They're burning down things and it is in a violent situations. ഒരു പാറ്റയെ ഒരു കൊച്ചുകുട്ടി കൊല്ലുന്നത് പോലെ മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു കാലഘട്ടം ആണ് നാം അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടം. Now this time is the time which we face is that people have no reverence to anything at all. They have no love and affection. As a small child kills a man, likewise a man can kill another man. That is the situation we are facing right now. പ്രാണന് വേണ്ടി കരയുമ്പോഴും കണ്ടു നിന്നവരും കേട്ടു നിന്നവരും അതിനെ ശ്രദ്ധിക്കാതെ വളരെ നികൃഷ്ടമായി ഈ ലോകത്തിൽ നിന്ന് ആ മനുഷ്യന്റെ ജീവൻ വിട്ടുപോകുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണുവാൻ കഴിയും. We can see that in that particular video a man was pleading for his life, but no one cared to or bothered to help him out or rescue him out of that. That is the kind of situations we are in now. ഇവിടെ മാത്രമല്ല, ഇന്ന് രാവിലെ ഞാൻ ഒരു മലയാളം പത്രത്തിൽ ഒരു ന്യൂസ് വായിച്ചത്, ഒരു മകൻ മദ്യവും വാങ്ങി വീട്ടിൽ വന്നപ്പോൾ TV വാച്ച് ചെയ്യുവാൻ തന്നെ അനുവദിക്കാഞ്ഞ അമ്മയെ നെഞ്ചത്ത് കയറിയിരുന്ന കത്തി കൊണ്ട് കഴുത്ത് മുറിച്ച് കൊല്ലുകയാണ് ഉണ്ടായത് കേരളത്തിൽ. Today, not only it happened here, but back in Kerala, as we read in the newspaper, there was the son came home late night in the evening, but because there was a quarrel between his mother and the son, and we can see the end result was he slaughtered his own mother. ഭാര്യ ഭർത്താവിനെയും മറ്റുള്ളവരെയും കൊല്ലുവാൻ വിചിത്രമായ രീതി കണ്ടെത്തി കൊല്ലുന്നത് നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. We have read in the newspapers that wives are killing their husbands in different manner which no one has ever heard of. ഭർത്താവ് അതുപോലെ തന്നെ ഇതുവരെയും ചരിത്രത്തിൽ ഇല്ലാത്ത വിഷയങ്ങൾ കൊണ്ടുവന്ന് ആരും അറിയാതെ വണ്ണം പാമ്പിനെയും മറ്റും ഉപയോഗിച്ച് കൊല്ലുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. Even we have seen that the husband killing his own wife using the methods which no one can ever comprehend and no one ever even thought about it. കാമുകന്റെ കൂടെ ഓടിപ്പോകുവാൻ സ്വന്തം കുഞ്ഞിനെ കല്ലിന്മേലെറിഞ്ഞ് കൊല്ലുന്നതും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. We have seen that the woman who wanted to elope with her own boyfriend, she had to she killed her own child, slapping him into the rock. ആയതുകൊണ്ട് എവിടെയും മനുഷ്യ ജീവിതത്തിനും കുടുംബങ്ങൾക്കും ബന്ധങ്ങൾക്കും പ്രാധാന്യം കുറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കരുതുന്നു, അവരെക്കുറിച്ച് ചിന്താഗതി ഉള്ളവനാണെന്നാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Today morning what I want to share with you is that no matter what happens in this world, there is the value of relationships are decreasing around us, but our God is a God who not only cares for you individually, but He cares and He is fond of your own family and your own near and dear ones too. അതിന് ആധാരമായി മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം ഞാൻ വായിക്കുന്നു. അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും
നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്ക എന്ന് അവനോട് പറഞ്ഞു. In reference to our today's meditation, I want to read from Mark chapter 5 verse 18 onwards, which says, when Jesus got back into the boat, the man who had been demon possessed begged to go too, but Jesus said, no, go home to your friends and tell them what wonderful things the Lord has done for you and how merciful he has been. വളരെയധികം ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ തന്നെത്താൻ ചതച്ചും വസ്ത്രം ധരിക്കാതെയും കുടുംബത്തിൽ പാർക്കാതെ കല്ലറകളിൽ ഇങ്ങനെ പാർത്തുകൊണ്ടിരുന്നപ്പോൾ അവനെക്കുറിച്ച് ഒരു വിവരവും ആരും കർത്താവിനോട് പറയാതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളില്ല, മധ്യസ്ഥ ചെയ്യുവാൻ ആളില്ല, അവനെ കുറിച്ച് യേശുവിനോട് ആരും വന്ന് യാചിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗലീല തടാകം താണ്ടി കാറ്റും മഴയും കടലും ഇളകിയിട്ടും യേശു അക്കരയ്ക്ക് പോയി അവനെ സൗഖ്യമാക്കുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. The background story of this is that there is a man who was demon possessed and he was always on chain and shanks and he snapped his wrist among the rocks and we can see that he always inflicted himself and screaming and hitting himself, and there is this man who was completely in torture mode, and we can see Jesus is crossing the river Jordan, and even though it was a tumultuous situation, but Jesus went across to the banks of that river and he had healed this demon possessed man. തന്നെത്താൻ ചതയ്ക്കുകയും കല്ലറകളിൽ പാർക്കുകയും വസ്ത്രം ധരിക്കാതെ മറ്റുള്ളവരെ പേടിപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ ആര് പോകും? അവനെ ആർക്ക് വേണം? അവനെ കുറിച്ച് ആര് കരുതും? Anyone will dare to go a man who he inflicts himself, who lives in the tombs in the nights and does not wear any dresses. He is kind of in a mode which fearful to anybody. No one will ever dare to go to that man. തങ്ങളുടെ കൂടെ കിടക്കുകയും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും തങ്ങൾക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ സ്പൗസിനോടും അല്ലെങ്കിൽ നേരെ മറിച്ചും ഇങ്ങനെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലെ ഭ്രാന്തൻ എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു മനുഷ്യന് വേണ്ടി ആരും തന്നെ കടന്നു പോകുവാൻ സാധ്യതയില്ല. These days we can see that there are people who are making the suffering for their own near and dear ones, but then we can think the ultimate of it, like no one will dare to, or no one will ever bother to go to a man in such a way. സ്വന്തം കുടുംബത്തിലുള്ള അമ്മയ്ക്കോ അപ്പനോ ഭാര്യയ്ക്കോ മക്കൾക്കോ അവനെ കീഴടക്കാൻ കഴിയാതെ അവൻ ഭൂതത്തിന്റെ ശക്തിയാൽ ചങ്ങലകൾ പൊട്ടിക്കുമാറെ അത്ര ശക്തിയുള്ളവനായിരിക്കുമ്പോൾ പൊതുവെ അവനെ അവഗണിക്കുകയാണ് പതിവ്. No one could ever was strong enough to control him because he was in such a kind of furious and he was very very fearful to everybody. That's why so everybody will just let him go. യേശുക്രിസ്തു പകൽ മുഴുവൻ ജോലി ചെയ്ത് പ്രസംഗിച്ച് നന്മ ചെയ്ത് മറ്റുള്ളവരെ സൗഖ്യമാക്കി ഇരിക്കുമ്പോഴാണ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നമുക്ക് അക്കരയ്ക്ക് പോകാം. എന്തിനാ പോണേ എന്ന് അവരോട് പറഞ്ഞില്ല. അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞതിന്റെ കാരണം ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ലഗിയോൻ ബാധിച്ചവനായി, നിരാശനായി, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ, ആർക്കും വേണ്ടാത്തവനായി, വസ്ത്രമുടുക്കാതെ കല്ലറകളിൽ താമസിക്കുന്ന ഒരുത്തനെ യേശു കണ്ട് അവനെ തൊടുവാൻ, അവനെ സൗഖ്യമാക്കുവാൻ, അവനെ വസ്ത്രം ധരിപ്പാൻ, അവന് സുബോധം കൊടുക്കുവാൻ യേശു തന്റെ ശിഷ്യന്മാരുമായി പ്രശ്നങ്ങളെ തരണം ചെയ്ത് അക്കരയ്ക്ക് പോകുകയാണ്. And we can see that Jesus was compassionate enough to understand there was a man across on the river of Galilee when Jesus was doing all the miracles, feeding the people. He was preaching the sermons and he's going on a comfortable way, but Jesus is insisting on his disciples, let's move the boat to the next shore so that there is a man out there who is inflicted, who is demon possessed, who needs help. There nobody could dare to go to him, but only Jesus can reach out to him and heal him. പോകുന്ന വഴിയിൽ കടലിളകി കാറ്റടിച്ചപ്പോൾ തന്റെ 12 ശിഷ്യന്മാർ മരണഭീതിയിലാകത്തക്ക രീതിയിലുള്ള ദുരന്തം അഭിമുഖീകരിച്ചിട്ടും അതിനേക്കാൾ കാര്യമായി അവരുടെ ഭയത്തെയോ അവരുടെ മരണഭീതിയോ വയ്ക്കാതെ യേശു തമ്പുരാൻ ഈ പാവപ്പെട്ടവന് വേണ്ടി, ഈ ഭൂതഗ്രസ്തന് വേണ്ടി, ആർക്കും വേണ്ടാത്തവന് വേണ്ടി, വസ്ത്രമുടുക്കാത്തവന് വേണ്ടി ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും പ്രവർത്തിച്ച് വീണ്ടെടുക്കുവാൻ, വിടുതൽ കൊടുക്കുവാൻ, സൗഖ്യം കൊടുക്കുവാൻ മനസ്സുള്ളവനായിരുന്നുവെങ്കിൽ നിന്നും അവൻ എത്രയധികം അവന്റെ മുഖത്തേക്ക് നോക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അവന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് വേണ്ടി അവൻ
എത്ര റിസ്ക് എടുക്കുമെന്നുള്ളത് ഞാൻ കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. Here we can see that when they were started the journey on the boat, there was a fierce storm which was coming across and fierce winds were coming onto the boat, and everybody were frantically they were running around for help. But Jesus was still insisting to go to the other shore. They could have turned back and went back to the other shore itself, but Jesus insisted to his disciple, let's go to the other shore, so that he was so much compassionate. He had so much feeling towards this man. He was willing to help a man in trouble, and how much more he will do that for us in these days. ഈ ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് ലോകം എഴുതി തള്ളിയവന് വേണ്ടി ഇത്രയും കാര്യമായി യേശു കരുതി മുന്നോട്ട് പോയി എങ്കിൽ അവനേക്കാൾ താണ ഒരു മനുഷ്യനും ഇന്ന് ലോകത്തിലില്ല. There is nobody like him in this world, because this man was been cast away by everyone in this world, and how much more God was so much willing to go to him. There would be nobody who's below in the lowest state than that man that Jesus could not help us now. ആ മനുഷ്യനെ തേടിപ്പോയ കർത്താവ് ഇന്ന് രാവിലെ നിന്നെയും നിന്റെ പ്രശ്നത്തെയും നിന്റെ കുടുംബത്തെയും നിന്റെ മാതാപിതാക്കളെയും നിന്റെ സഹോദരങ്ങളെയും കുറിച്ച് ചിന്തയുള്ളവനാണ്. And our God is still caring for you, all of us, not only for you individually, your families, your brothers, sisters, your children, and everybody. How much more God will care for us when God can go willing to fetch that man who was demon possessed and cast away from everybody. ഇവന്റെ അടുക്കൽ ചെന്ന് അവനോട് യേശു നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ലെഗിയോൻ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ഒരു പട്ടാളത്തിൽ എത്ര പേരുണ്ടായിരുന്നോ, ഒരു ലീജിയൻ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പല പരാമർശങ്ങളുണ്ട്, പക്ഷെ ആയിരക്കണക്കിനുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. Yeah, when Jesus came to this man and Jesus asked him, what is your name? And actually, in fact, giving a name, he said, I am a legion. That means there are thousands of demons who have been possessing on his body. So it is considered as not as a name, but he's giving a number, an accordance of a number to that. ഒരു കൊച്ചു ഭൂതം കയറിയാൽ നമുക്ക് അവനോട് എതിർക്കുവാനോ സാധാരണഗതിയിൽ പിടിച്ചടക്കാനോ കഴിയില്ല. And if there is a small demon possessed, we may not be able to encounter that. We may not be able to control it. ഞാൻ പലപ്പോഴും ഭൂതം ബാധിച്ചവരെ കണ്ടിട്ടുണ്ട്. അവരാദ്യം തന്നെ മറ്റുള്ളവരെ തുപ്പുക, അടിക്കുക, തുണി ഉരിഞ്ഞു കളയുക, ഇങ്ങനെയുള്ള നികൃഷ്ടമായ ജോലിയാണ് അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. And I've seen many people who have been demon possessed, and when we have seen that the way they react is kind of weird way. They get naked themselves, they will ridicule other people, they abusive words they will use, this kind of drastic characteristics they will exhibit. അപ്പോൾ ആയിരക്കണക്കിന് ഭൂതങ്ങളുള്ള ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കാം ഇടപെടുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ. We can't even comprehend when this man has been inflicted and possessed by thousands of demons and how he will be reacting to God. അങ്ങനെയുള്ള രൂക്ഷനായ ഒരു മനുഷ്യന്റെ അടുക്കലേക്കും യേശുവിന് കടന്നു ചെല്ലുവാനും അവനെ സൗഖ്യമാക്കുവാനും സുബോധം കൊടുത്ത് വസ്ത്രം ഉടുപ്പിക്കുവാനും കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അവൻ ഇന്നും ജീവിക്കുന്നു, ഇന്നും പ്രവർത്തിക്കുന്നു. അവനിലേക്ക് നോക്കുന്നവരെ അവൻ ലജ്ജിപ്പിക്കുകയുമില്ല. Our Jesus was so mindful to go to a man, such a rude man, such a man who's been cast away by everybody, who's been possessed by thousands of demons, and Jesus was willing to go to him, reach out to him, help him, heal him out. How that God is willing to do the same thing for us even this moment, whatever situations we go through. അവനെ സൗഖ്യമാക്കിയിട്ട് മറുകരയിലേക്ക് യേശു പോകുവാൻ നേരത്തെ അവൻ യേശുവിനോട് ഒരു അപേക്ഷ ചോദിച്ചു, എനിക്കും നിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ കഴിയുമോ? Yeah, after Jesus healed this demon possessed man, and this man pleaded to Jesus, say that, can I come along with you in the boat? യേശു അവനോട് പറഞ്ഞു, വേണ്ട, നീ നിന്റെ കുടുംബത്തിലേക്ക് പോയി ദൈവം നിനക്ക് ചെയ്തതിനെ കുറിച്ച് നീ അവരോട് പറയണം. But Jesus denied his request and said that no, you don't come along with us, rather you go to your home and to your friends and tell the wonderful things what God has done to you. ആത്മാർത്ഥമായി യേശുവിനെ പിന്തുടരുവാൻ തുടങ്ങി ആരെയും ഒരിക്കലും യേശു തള്ളിക്കളഞ്ഞിട്ടില്ല. God has never forsaken any man who sincerely wanted to follow Jesus. എന്നാൽ ഈ മനുഷ്യനെ കുറിച്ച് കർത്താവ് ചിന്തിച്ചപ്പോൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ വീട്ടിൽ പാർക്കാതെ ബഹുകാലമായി ശവക്കോട്ടയിൽ പാർക്കുകയാണെന്നാണ്. In Luke chapter 8 verse
8:27. Yeah, in 27 it says that instead of living in his own home for many years, he's been living, tenting in the tomb. ഏതായാലും അവനൊരു വീടുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ്. അവിടെ ഒരു അപ്പനും അമ്മയും കാണും, കുറഞ്ഞൊരു ഭാര്യ കാണും, കുറച്ച് പിള്ളേരും കാണും. ഇവനെ കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് വലിയ ഈ ഭൂതബാധിതനായി വളരെ വികൃതമായിട്ടാണ്. എന്നാൽ സുബോധം വന്നപ്പോൾ അവന്റെ വീട്ടുകാരുമായി സമയം ചെലവഴിച്ച് ദൈവം അവനെ കുറിച്ച് എന്തുദ്ദേശിച്ചു, എന്ത് നൽകി, എന്ത് ഗുണമാണ് ചെയ്തത് എന്ന് ചെന്ന് അവരോട് പറവാനായിട്ടാണ് യേശു ആദ്യം കൽപ്പിക്കുന്നത്. Definitely we can understand that this man definitely have a house. There would be some people, probably his parents, his wife or children or whatever it is, but they have not seen this man in the same situation. Now he was always being insane. He did all these weird things in his life. Now God is telling you, just go back. They will realize that you're a changed man, and they will ask you who did this, and you have to proclaim the wonderful things and the mercy of God which has happened to you. ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യൻ യേശുവിനെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞാൽ യേശു 100% പറയേണ്ടതാണ്, വരിക, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും, എന്റെ കൂടെ വന്ന് ശിഷ്യനാകുക എന്നാ പറയേണ്ടത്. പക്ഷെ തന്റെ ശിഷ്യത്വത്തെക്കാൾ തന്റെ കുടുംബത്തെ ഓർത്തിട്ട് ദൈവം ഇവന് ചെയ്ത നന്മകളെ അവരുടെ കണ്ട് സന്തോഷിക്കുവാൻ, അവർക്കൊരു ഉല്ലാസമായിരിക്കുവാൻ, അവർക്ക് ഒരു ഗുണമായി ഇവൻ ജീവിക്കേണ്ടതിന് വേണ്ടി അവനെ കർത്താവ് അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. If ever a man asks you who has been cast away by everybody, the societies, communities, definitely Jesus will be saying that, okay, come along with me, you don't have anybody anymore. But rather Jesus was careful, he was mindful of his families out there. He knew that if he goes back to his home and tell these wonderful things, they will also be joyful and they will also see the miracle of God. That is why Jesus sent this man back to his home. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കുടുംബം എന്നുള്ളത്. In the heart of Jesus, the family is much important to him. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. In a family there would be parents, there would be sons and daughters, and they have their own spouses and children and everybody. വേദപുസ്തകത്തിൽ ഇവരെ ഒക്കെയും കർത്താവ് മാനിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. And we can see that God gives much regard to all of these people in the Bible. പഴയ നിയമത്തിലേക്ക് നാം കടന്നുപോയാൽ 10 കൽപ്പന പ്രസിദ്ധമായ കൽപ്പന എടുത്താൽ 3 എണ്ണം കുടുംബത്തെക്കുറിച്ചും കുടുംബ ജീവിതത്തെക്കുറിച്ചും മാതാപിതാക്കളെയും ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. If you go back to the Old Testament, we can see the 10 commandments. Out of them, 3 of the commandments are regard to the house and the family. We can see specifically it is written in regard to the parents and the family. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 5ാമത്തെ കൽപ്പന തുടങ്ങുമ്പോൾ പറയുന്നത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സും നന്മയും ഉണ്ടാകുമെന്നാണ്. After saying about God all the 4 commandments, the 5th commandment says that honor your father and mother, and it will be well with you and you will have long life. അപ്പോൾ ദൈവം മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം ദൈവം കഴിഞ്ഞാൽ പിന്നീടുള്ളതാണെന്നാണ് അതിന്റെ അർത്ഥം. The meaning of it is that the place, the possession what is given to parents is after God, it comes to your parents. അവരെ മാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദീർഘായുസ്സും നന്മയും കിട്ടുമെന്ന് പറയുമ്പോൾ അത് വളരെ കാര്യമായി പരിഗണിക്കേണ്ട ഒന്നാണ്. എല്ലാവർക്കും ദീർഘായുസ്സോടെ ജീവിക്കുവാനും നന്മയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഒരേ ഒരു പോം വഴി കർത്താവ് പറഞ്ഞത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാനാണ്. We have to give much importance to the commandment, because when God says when you honor your father and mother, then it will be well with you and you will have long years. So we don't disregard that in a light manner, but rather as God said, if you want, that's the only way you can have long life and prosperous life. ഒരു മാതാവും പിതാവും ആകുന്നത് ആദ്യം വിവാഹം കഴിച്ചിട്ടാണല്ലോ. അതുകൊണ്ടാണ് 7ാം കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ദുർനടപ്പ് ചെയ്യരുത്, ആ കുടുംബത്തിന്റെ ഭദ്രത വിട്ട് വഴി വിട്ടു പോകരുത്. അത് ആ കുടുംബത്തിന്റെ ഉറപ്പിന് വേണ്ടിയാണ് കർത്താവ് അത് കൽപ്പിച്ചിരിക്കുന്നത്. For the family's bonding, that is why the 7th commandment says that do not commit adultery, and because that is the way the family has been built, and that is why 7th commandment considered to the family it has been said there. അതുകൂടാതെ 10ാം കൽപ്പനയിലേക്ക് വരുമ്പോൾ മറ്റുള്ളവന്റെ സ്പൗസിനെ ഒരു വിധത്തിൽ നീ മോഹിക്കരുത്, അവനെക്കുറിച്ച് ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞാണ് 10ാം കൽപ്പനയെ അവസാനിപ്പിക്കുന്നത്. And the 10th commandment says that you should not lust for another man's wife, and it ends out there. Again, it is considering the family itself. In regard to a family, God has given this commandment. ഈ 3 കൽപ്പനയും ഒരുപോലെ നമ്മെ
കാണിക്കുന്നത് ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കുടുംബമാണ്, കുടുംബത്തിലെ സ്പൗസാണ്, മാതാപിതാക്കളാണ്, കുഞ്ഞുങ്ങളാണ്. And what it tells us that on all these commandments, on these 3 commandments, after God, it is the family comes first. Your spouse, your children, your parents, everything is in response to it. അതുകൊണ്ടാണ് 127 128 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ യഹോവഭക്തനാണെങ്കിൽ, ദൈവത്തെ അനുസരിക്കുന്നവനാണെങ്കിൽ നിന്റെ ഭാര്യയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിന്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും, നീ നിന്റെ കുഞ്ഞുങ്ങളെയും കാണുവാൻ ദൈവം നിന്നെ ദീർഘായുസോട് സൂക്ഷിക്കുമെന്ന്. That is why in Psalms 127 128 it calls out and says that if you are a blessed man, your wife will be blessed and your children will be blessed and you will see your generations to come who are blessed. ഒരിക്കൽ ശൂനാമൈറ്റ് എന്ന് പറയുന്ന ആ സഹോദരി തന്റെ മകൻ മരിച്ചപ്പോൾ ഏലിശായുടെ അടുക്കലേക്ക് കഴുതയുടെ പുറത്ത് കോപ്പുകൂട്ടി കടന്നു പോകുന്ന സമയത്ത് അവിടെ ഏലിശ ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. നീ സുഖമായിരിക്കുന്നോ, നിന്റെ ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, നിന്റെ മകൻ സുഖമായിരിക്കുന്നുവോ? When this Shunammite woman was going on a journey, when she embarked on a journey, and when Elisha saw her, he is asking that, are you fine? Is your family fine? So he was taking information about the family itself. അപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിലുള്ള സംഗതിയാണ്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നീ സൗഖ്യമായിരിക്കുന്നത് പോലെ നിന്റെ ഭർത്താവ് സൗഖ്യമായിരിക്കുന്നുവോ, നിന്റെ കുഞ്ഞ് സൗഖ്യമായിരിക്കുന്നുവോ, ആ മനുഷ്യനെ കുറിച്ച് അവൻ ആത്മീയനാണെന്നോ അവൻ ഉത്തരവാദിത്വമുള്ളവനാണെന്നോ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നൊന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. എങ്കിലും തന്റെ കുടുംബത്തെ കാണുകയും കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുകയും അവരെങ്ങനെ ഇരിക്കുന്നു എന്ന് ആ വലിയ പ്രവാചകൻ ചോദിച്ച് അവർക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയാണ് അവരെ സഹായിക്കുവാൻ. And we can see that not only in the Old Testament or New Testament, everywhere it is specifically said that are you well, and the second thing they ask is are your spouse well, are your children well. We don't know the background of this man, how this man is he a believer or not a believer, but we can see this great prophet is going along with this lady when she said the answers. അപ്പോൾ പഴയ നിയമത്തിൽ തുടങ്ങി കർത്താവ് കുടുംബം ആരംഭിച്ചപ്പോൾ തുടങ്ങി എല്ലാവരെയും കുടുംബത്തിലുള്ള എല്ലാവരെയും നല്ലവണ്ണം പരിഗണിക്കുകയും അവർക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അത് നന്മ വരണമെന്നും അവർ പുരോഗമിക്കണമെന്നും അവിടെ കുഴപ്പം വരല്ലെന്നും ഓർത്താണ് കൽപ്പനകളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. Not only started from the beginning itself on the Old Testament towards the New Testament, everywhere it has been regarded well of a family because everything is being considered well by God because family is so much important for God. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോഴും പരീശന്മാരെ നോക്കി അവരെ ശാസിച്ച ഒരു കാര്യമുണ്ട്. കാരണം മാതാപിതാക്കൾക്ക് അവർ ചെലവിന് കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ സൂക്ഷിക്കണമെന്ന് നിയമമുള്ളപ്പോൾ അവരെ അത് കൊടുക്കേണ്ടതിന് പകരം ഒരു വലിയ തുക സംഭരിച്ചിട്ട് ദേവാലയത്തിൽ കൊണ്ടു കൊടുത്താൽ അവരുടെ ഉത്തരവാദിത്വം തീർന്നു പോകുമെന്ന് ഈ പരീശന്മാരും ശാസ്ത്രന്മാരും പഠിപ്പിച്ചപ്പോൾ അതിനെതിരായി ശക്തിയുക്തം യേശു അവരെ കണ്ടം ചെയ്തു. And we can see that Jesus Christ, when he was on this earth, he was judging the Pharisees, advising the Pharisees because what they do is instead of considering their parents to take care of them, what these Pharisees do is that they gather all the money for the year throughout and they just put it into the temple and they think that the responsibility is over. But Jesus said it is not that way, which you have to take care, you have to do. And we can see that that's the way admonishing these Pharisees. ഈ ലോകത്തിൽ അനേക മനുഷ്യരുണ്ട്. മോഷ്ടിക്കാൻ പോകുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോകും, അനീതി ചെയ്യാൻ പോകാൻ നേരത്തും അവർ പ്രാർത്ഥിച്ചിട്ട് പോകും. അക്രമമായി ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം ദൈവത്തിനും കൊടുക്കുന്നവരുണ്ട്. And we can see there are a lot of people in this world, if they are going to loot or they are going to commit any kind of crime or any kind of unrighteous things, still they will pray, and whatever loot they get, they give a part of that to the temple. അവർ വിചാരിച്ചിരിക്കുന്ന അവരുടെ ദൈവം അതിനൊക്കെ കൂടെ നിൽക്കുമെന്നാണ്. What they think that their God will aid them in all the things what they do. ഏതെങ്കിലും അങ്ങനെയുള്ളൊരു സെൽഫിഷ് ദൈവമാണെങ്കിൽ യേശു പറഞ്ഞെടുത്ത് ആ ഓട്ട സാരമില്ല, ദൈവത്തിലേക്കാണല്ലോ കൊണ്ടുവന്നത്, മാതാപിതാക്കള് എങ്ങനെയും ജീവിച്ചോളൂ എന്നാ പറയേണ്ടത്. If that's the way the God was like having that kind of partiality and wicked God, he would say that anyway they brought it to the temple, rather I would have that money and let the parents live the way they want. എന്ന് വെച്ചാൽ ദൈവത്തിന് പോലും കൊടുത്തിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാതിരുന്നാൽ
കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അവരെ വളരെ നഖശിഖണ്ഡമായി അവൻ ഖണ്ഡിക്കുകയായിരുന്നു. And what he did is that he was condemning these people. Even if you give to God, but rather if you neglect your own parents, God doesn't like it, and he will condemn that kind of act. അത് അങ്ങനെ കാണിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈ ഭൂതബാധിതന്റെ സ്പൗസിനെയോ മാതാപിതാക്കളെയോ മാത്രമല്ല എല്ലാ മാതാപിതാക്കളെയും എല്ലാ മക്കളും ബഹുമാനിക്കണമെന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. And here what Jesus is doing is that saying is that not only to the parents of this man who was demon possessed, but to everybody's parents in this story also, that God takes care, you have to respect, and he was again emphasizing on that part. ഈ അന്നത്തെ യേശു ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വളരെ താണ നിലവാരത്തിലുള്ള സ്ഥാനമേ കൊടുത്തിരുന്നുള്ളൂ. The times of Jesus, those times, the women and the children in the household have a very low estate or kind of support system. ഒരു ഉപദേശകനോ അല്ലെങ്കിൽ റാബായിയോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ തന്റെ ഭാര്യ തന്നെ തന്റെ നേരിട്ട് വന്നാൽ അവളെ നോക്കി ചിരിക്കുകയോ അവളോട് സംസാരിക്കുകയോ ചെയ്യുവാൻ അവർ അനുവദിച്ചിരുന്നില്ല. They never let anybody to look at a woman, even if his own wife comes, and if it's a rabbi's wife or whoever comes in, they are not supposed to interact face to face. പ്രത്യേകിച്ച് മിനിസ്ട്രിയിൽ ഇരിക്കുമ്പോൾ അവരെ പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. Especially in the ministry, if they are priests and all those things, they will not be considered in any manner to come into the temple. അതുകൊണ്ടാണ് സ്ത്രീകൾ കുഞ്ഞുങ്ങളുമായി യേശുവിന്റെ അടുക്കൽ ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പദം വളരെ ശക്തിയുള്ളതാണ്. ശിഷ്യന്മാർ അവരെ ശാസിച്ചു എന്നാണ് പറഞ്ഞത്. And we can see that when the women came out with the children for the children to be blessed by Jesus, we can see that the disciples condemned that act, and they said, "Go away." ഇന്നത്തെ കാലത്താണെങ്കിൽ അനേക നേതൃത്വത്തിലുള്ളവരെ അല്ലെങ്കിൽ മഹാന്മാരൊക്കെ ശരിയാ ശിഷ്യന്മാർ ചെയ്ത് ശരിയാ ഈ ഞാൻ ഇത്ര വലിയ നല്ല മിനിസ്ട്രി ചെയ്യുമ്പോഴാണോ ഈ ശല്യത്തിനെ ഒക്കെ വിളിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് അവർ സ്ഥലം വിട്ടേ. If of today times we can see that the leaders, the great people who are around, if they had the same situation, they would definitely allow the disciples to let the things happen. They would say that, "Oh, I don't have time for it. I won't bother about it. Let me carry on with my miracle ministries." പല മഹാന്മാരും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ നിന്നൊരു സെൽഫി കിട്ടത്തക്ക രീതിയിൽ എടുത്തിട്ട് ആ ക്യാമറ വാങ്ങി തിരിച്ചു വിട്ട് അവരെ ശാസിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. We have seen in the news medias and stuff like that are the great people. If somebody wants to take a picture along with them, somebody randomly took a picture, they will condemn that act and they will throw their cameras and stuff like that, and they behave in that such a manner. അപ്പോൾ 21ാം നൂറ്റാണ്ടിൽ മഹാന്മാരെന്ന് ചിന്തിക്കുന്നവരേ ഉള്ളൂ. ചിന്തിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ യേശു തമ്പുരാൻ കടന്നു പോകുമ്പോൾ മാതാക്കൾ കുഞ്ഞുങ്ങളുമായി കടന്നു വരുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ശാസിക്കുന്നതിനെ അംഗീകരിക്കുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. In the 21st century, if these people can behave in such a rudely manner, and how much more of those times when these women and children came out, whatever the disciples did was right according to the custom, but rather Jesus, who didn't accept it, he could have done that way. എന്നാൽ യേശു അവരോട് കോപിച്ചു, വളരെ ശാസിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, ഇങ്ങനെയുള്ളവരെ ആണ് എൻ്റെ അടുക്കൽ വിടേണ്ടത്, ഇവർക്കാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് മാതാക്കളെ വിട്ടതല്ല, കുഞ്ഞുങ്ങളെ സ്വന്തം കയ്യിലെടുത്ത് മാർവോട് ചേർത്ത് കരം മുകളിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നാ പറഞ്ഞത്. But we can see that when Jesus saw this act of his disciples, Jesus was very furious about it and told them, the kingdom belongs to the children like them. And we can see not only did he blessed them, but he carried them into his lap and made them sit along with him, and he blessed them. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഇത് കണ്ടപ്പോൾ മുഷിഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. In Mark chapter 10 verse 14 it says that when Jesus saw this, he was indignant about it. അത് കണ്ടിട്ട് കർത്താവ് വളരെയധികം കോപാകുലനായി തീർന്നു. And he was very much furious about it. എന്നിട്ട് പറയാണ്, നിങ്ങൾക്കും ഈ കുഞ്ഞുങ്ങളുടെ വാലിയോ ഈ സ്ത്രീയുടെ വാലിയോ ഗ്രഹിക്കുന്നില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് അവരോട് സംസാരിക്കുന്നത്. And it says that you don't understand what is happening here, and Jesus was very much displeased with his disciples. ലോകം ഒരു വിധത്തിലും ഒരു സ്ഥാനം കൽപ്പിച്ചില്ലെങ്കിലും കർത്താവ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഹസ്ബൻഡിനെയും മാതാപിതാക്കളെയും കുടുംബത്തിലുള്ള എല്ലാവരെയും സ്പെസിഫിക് ആയി പറഞ്ഞ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവനാണ്. Even though the world does not value who you are and what you are, but our Jesus was a God who always respected and regarded and considered even the children, to the parents, to the spouses and everybody. അതിന്റെ 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പിന്നെ അവൻ അവരെ അണച്ചു, അവരുടെ മേൽ കൈവച്ചു,
അവരെ അനുഗ്രഹിച്ചു. 3 പദമാണ്. അണച്ചു എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്തു എന്നാണ്. എന്നിട്ട് അവളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. നെഞ്ചോട് ചേർക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്ത് മാത്രമേ നെഞ്ചോട് ചേർക്കുവാൻ പറ്റുകയുള്ളൂ. And the verse 16 says that then he took the children into his arms, placed his hands on their heads and blessed them. There are 3 things he's been emphasized over there. One is that he took them into his arms. അപ്പോൾ എത്രമാത്രം കർത്താവ് എല്ലാ മനുഷ്യരെയും കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമുള്ളവരെ വരെ മാനിക്കുന്നു, സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഈ ബൈബിൾ പറയുന്നത്. The Bible says how much more God takes care of, or God is bothered about even not only the children, towards the old age people, he cares for them. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലേ ഇങ്ങനെ ശമരിയയിൽ കൂടെ പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടുമുട്ടിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. When Jesus was traveling through Samaria, he met up with a woman. അവക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. She didn't consider she ever had a husband. 5 ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കളഞ്ഞവളാണ്. And she has betrayed 5 of her husbands. ഇപ്പോൾ വലിയ ബന്ധങ്ങളിലൊന്നും വിശ്വസിക്കുന്നുമില്ല. And she does not believe in any further relationships at all. കല്യാണം ഒന്നും കഴിക്കാതെ ഒരു പുരുഷന്റെ കൂടെ താമസിക്കുക. Now she is having a live-in relationship with somebody. യേശു അവളോട് നിത്യജീവന്റെ കാര്യങ്ങളും മൊഴികളും ഒക്കെ പറഞ്ഞു. And Jesus taught her the bread of life and everything to her. ഇവള് വളരെ ഉച്ച സമയത്ത് വന്നപ്പോൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സമയം നോക്കി വന്നപ്പോൾ വളരെ ഇൻഫീരിയോറിറ്റി ഉള്ള ഒരു സ്ത്രീ ആയിരിക്കാം. This woman must be of a very complex of inferior complex, but that's why she came in the mid afternoon time. അങ്ങനെ ആയതുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതശൈലി ചെയ്തു പോരുകയാണ്. And probably that's why she was having her own lifestyle. അപ്പോൾ അവളോട് കർത്താവ് ജീവന്റെ ജലത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചൊക്കെ പറഞ്ഞു. And now God is speaking to her about eternal life and the living water and all those things. Jesus was talking to her. അത് കേട്ടപ്പോൾ അവൾക്കും തോന്നി നിത്യജീവന്റെ ജലം ഒന്ന് കുടിച്ച് ഒരിക്കലും വെള്ളം കോരാൻ വരാതെ അവളുടെ ജീവിതം സുരക്ഷിതമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്നൊക്കെ ആഗ്രഹിച്ചു. She must have desired that, okay, if I could have that water which is living water, I will not thirst again. She must have thought that I can also have it and I don't have to come out and see the people around. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഒരു കാര്യമാണ് കർത്താവ് പറഞ്ഞത്. Then what Jesus was said to her was something which she could ever dreamt of. ഞാൻ ജീവജലത്തിന്റെ നദി തരാം, നീ പോയി ആദ്യം നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. And I will give you this living water, but first you go and just get your husband. അവൾക്ക് എന്താണ് മിസ് ചെയ്യുന്നത്, അവൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കുവാൻ യേശു പറഞ്ഞിരിക്കുന്നത് നിനക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ, ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ള അർത്ഥത്തിലാണ്. Jesus wanted to make her understand what she is doing. That is why Jesus asked her to go and get your husband. അപ്പോൾ നോക്കിക്കേ, ഒരു ഭർത്താവിനെ അവഗണിച്ച് ഭർത്താക്കന്മാരെ അവഗണിച്ച് വല്ലാത്ത ജീവിതം ചെയ്യുന്ന സ്ത്രീയോടും കർത്താവ് പറയുന്നത് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വരിക, എന്നാൽ ഞാൻ ജീവജലത്തിന്റെ നദി തരാമെന്ന്. A woman who has disregarded all her husbands and now she's living with somebody else, and Jesus is saying that you bring your husband, then I'll give you the living water. അപ്പോൾ കർത്താവ് സ്പൗസിനെ വാല്യൂ ചെയ്യുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? It means that even he values your spouses too. അതിന് വില കൊടുക്കാത്തവരോട് പോലും കർത്താവ് വില കൊടുക്കത്തക്ക രീതിയിൽ എനിക്കെന്റെ പരിഗണനയിലുള്ളത് നിന്റെ ഇപ്പം കൂടെ താമസിക്കുന്നവനല്ല, ബന്ധമില്ലാതെ താമസിക്കുന്നവനല്ല, നീ വിവാഹം കഴിച്ചാൽ നിന്റെ ഭർത്താവിനെയാണ് ഞാൻ മാനിക്കുന്നത് എന്നാണ് പറഞ്ഞത്. It says that how much he regards to the man who lives along with her, no, even though they are not married together, but Jesus is saying that you bring him with you and I will give you the living water. This how much he will regard for that person. അപ്പോൾ പഴയ നിയമത്തിൽ മാത്രമല്ല, കർത്താവ് മാത്രമല്ല, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസും താൻ ലേഖനം എഴുതുമ്പോൾ എങ്ങനെയാണ് കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും പറയുന്നതിനോട് അല്പസമയം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. Not only in the Old Testament or New Testament, not only what Jesus says that, but we can see that what Paul the apostle says about family and the wife and the children. കൊരിന്തിയ സഭയിൽ ഒരുപാട് ജാതികൾ രക്ഷിക്കപ്പെട്ടു വന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ സഭ വലുതായി തീർന്നത്. Many of the Gentiles came into Christ. That's why the church of Corinth has become a big church. അവിടെയുള്ള ഒരു പ്രശ്നമായിരുന്നു കന്യകമാരെ കെട്ടിക്കുന്നതും അവിടെയുള്ള കുടുംബങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അവർക്ക് സംശയം വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് അതിനെക്കുറിച്ച് ആരാഞ്ഞ് ചോദ്യം ചോദിച്ചപ്പോൾ അവൻ മറുപടി പറയുന്നതാണ് 7ാം അധ്യായം. In the 7th chapter we can see that there was a confusion and among the people how to get the virgins married to the other people, and there was a bigger confusion. They didn't have no idea, so they came to Paul and asked how much we have to how we will do this, and the answer is being given in the 7th chapter. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ് അവർ ജാതികളായിരുന്നപ്പോൾ കല്യാണം കഴിച്ചു, അതിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒരാൾ കർത്താവിനെ അംഗീകരിച്ചില്ല. അങ്ങനെയുള്ള
അങ്ങനെയുള്ള കുടുംബത്തിൽ എന്ത് ചെയ്യണമെന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ്. And there he was welcome with clarity. He's saying that if they were Gentiles one time, if you get married to a Gentile man, one is saved and one is a non-believer, and what will happen? That is the clarity which he's giving, the answer is giving. ഒരു ഭാര്യയോ ഭർത്താവോ യേശുവിനെ അംഗീകരിക്കാതെ, യേശുവിനെ ദൈവമായി കണക്കാക്കാതെ, കർത്താവായി മാനിക്കാതെ മറ്റേ സ്പൗസിനോട് ഒന്നിച്ചു പാർക്കുവാൻ സമ്മതിച്ചാൽ, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആ ജാതിയായ യേശുവിനെ അംഗീകരിക്കാത്ത വ്യക്തിയോടൊപ്പം പാർക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. What Paul says that even though the man or the woman who is one of that is not a believer and not a believer, no matter what, even though he's a Gentile, if they decide to live together, they have to do so. ഒരു വീട്ടിൽ രണ്ട് ദൈവങ്ങളെ ആരാധിച്ചാൽ പോലും ഭാര്യയും ഭർത്താവുമുള്ള ബന്ധം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അതിശ്രേഷ്ഠമാണെന്നാണ് പൗലോസ് അവിടെ വിവരിച്ചിരിക്കുന്നത്. What Paul was trying to emphasize here, even no matter if it is two religions, two gods they serve in the same house, but in regard to the family and the bonding of the children, even though it is the way, it is better to have that kind of relationship. കുടുംബം ആരംഭിച്ചവൻ അതിന്റെ ഭാവനതയും അതിന്റെ ഭക്തിയും അതിന്റെ മതിപ്പും അതിന്റെ വിലയും അവൻ കണ്ടിട്ടാണ് അവർക്ക് ഉപദേശം കൊടുക്കുന്നത്. Here he is giving advice because the one who started the family, the foundation of the family, he knew the value of it, he knew the glory of it, how it has to be built up. That is why every answer has been emphasized on the family values. അതിൽ ഒരുവൻ യഹൂദനാകണമെന്നില്ല, മൂഢ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു ജാതീയ വ്യക്തിയായിരിക്കാം എങ്കിൽ പോലും അതിനെ ടോളറേറ്റ് ചെയ്ത് കുടുംബത്തിന്റെ മഹിമ നിലനിർത്തണമെന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. What Jesus is saying that even if that one man or that woman is an idol worshipper, probably she or he may not be a Jew, but rather for the greatness of a family, you have to live together, you have to understand it, and you have to tolerate it. പത്രോസ് ഒരു പടിയുടെ മുന്നോട്ട് പോയിട്ടാണ് പറയുന്നത്, അവിശ്വാസിയായ ഒരു ഭർത്താവ് നിനക്കുണ്ടെങ്കിൽ, നീ വിശ്വാസിയായ ഭാര്യയാണെങ്കിൽ, നിന്റെ പുറത്തെ സൗന്ദര്യം കൊണ്ടല്ല അവനെ ആകർഷിക്കേണ്ടത്, പിന്നെയോ അകത്തുള്ള ഗൂഢമനുഷ്യനായി താഴ്മയും സൗമ്യതയും സ്നേഹവും നിന്റെ വാക്കുകൊണ്ടല്ല, അവന്റെ ജീവിതം കൊണ്ട് തന്നെ അവനെ ക്രിസ്തുവിലേക്ക് ആനയിച്ച് അവനോടൊപ്പം വസിക്കണമെന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. Even Peter goes one step forward and he says that if your husband or wife, one of them is a non-believer, if they don't believe in Christ, but not because of the outer appearances, you should love him. Rather, you should show the sincerity and the love of your heart and the Christ-like nature and characteristics exhibited to him. Through that, you have to earn that man or woman to Christ. ഇവര് രണ്ടുപേരും ഒരുപോലെ ദൈവാത്മാവിൽ പറയുന്നത് കുടുംബത്തിനാണ് പ്രാധാന്യം, കുടുംബത്തിന് വാല്യുണ്ട്, കുടുംബത്തിന്റെ നന്മ, കുടുംബത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾ കണ്ടുകൊണ്ട് ഡിസിഷൻ എടുക്കാവൂ എന്നാണ്. Both of them in the spirit of God, they are proclaiming out to the people and say that there is a value to the family. It has to be regarded in much higher regard. Then only you have to move forward in life. അതുകൊണ്ട് ദൈവം വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും മാനിക്കുന്നു എന്നാണ് കൂടെ കൂടെ വേദപുസ്തകത്തിലെ ഓരോ വാക്യവും നമ്മെ കാണിക്കുന്നത്. In the Bible, many times it says that it's not really God regards for the individuals, but rather he has high regard for the family as well. പൗലോസ് പറയുന്ന മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു, അത് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. I want to read one more verse what Paul calls out and say that we need to understand that too. സാധാരണഗതിയിൽ എങ്ങും ആരും വായിച്ചു കേൾക്കുന്ന ഒരു വാക്യമല്ല. It is not something which everybody reads at all. പക്ഷേ എല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കേണ്ട വാക്യമാണ്. But everybody has to read it and understand it. 5-ാം അധ്യായത്തിന്റെ 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. 1 Timothy chapter 5 verse 8. തനിക്കുള്ളവർക്കും പ്രത്യേകാൽ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനാകുന്നു. It says that but those who won't care for their own relatives, especially those living in the same household, have denied what we believe. Such people are worse than unbelievers. അതിന്റെ ചുരുക്കം പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ക്രിസ്ത്യാനിയും അവന്റെ വീട്ടുകാർക്ക് വേണ്ടി കരുതാതെ അവരെ സ്നേഹിക്കാതെ അവരെ അന്വേഷിക്കാതെ ജീവിച്ചാൽ പുറത്തുള്ള അവിശ്വാസിയേക്കാൾ അവൻ അധമനാണ്. What it means is that a man who is so-called believer, if he disregards his own family, his own relatives, the people who living in his own house, if he doesn't care about them, he is much worse than an unbeliever outside. എന്ന് വെച്ചാൽ അതിന്റെ ചുരുക്കം അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും നോക്കാത്ത ഒരു ഭർത്താവ് രക്ഷിക്കപ്പെട്ടവനാണെന്നോ അത്ഭുതവാനാണെന്ന് പറഞ്ഞാലും എത്ര ആത്മീയം കാണിച്ചാലും കർത്താവ് അവന് സീറോ മാർക്കാണ് കൊടുക്കുന്നത്. What it means is that if a man, he says that he claims to be a great man of God or whatever it is, a believer, but if he does not regard and care for his own parents, his own spouses, his own children,
children, he is worse person. അവൻ വിചാരിക്കും അവൻ ദൈവത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ് അനേകരും പലതും ചെയ്യുന്നവരുണ്ട്. പക്ഷേ കർത്താവിനെ കാണുന്നത് ഒരു അവിശ്വാസിയേക്കാൾ അധമനായിട്ടാണ്. But he must think that he is doing a great things for the Lord, for the kingdom and stuff like that. But you have to understand, but God sees him. If he does not regard for his own household, he is worse than an unbeliever. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു വിധത്തിലും അവന്റെ കുടുംബത്തെ പരിത്യജിച്ചിട്ട് അവനുള്ള പ്രിയപ്പെട്ടവരെ ഗണ്യമാക്കാതെ ജീവിച്ചിട്ട് ക്രിസ്ത്യാനിയാന്ന് പറയാൻ ഒരവകാശവും ഇല്ലെന്ന് വേദപുസ്തകം ഉറപ്പിച്ചു പറയുന്നു. The Bible calls out and says that if you are a believer and if you say you are a Christian, if you disregard for your family, if you don't care for your family, you have no value at all. ഏതായാലും കർത്താവിനേക്കാൾ അപ്പോസ്തലന്മാരെക്കാൾ വലിയവരായ ഒരു ഉപദേശിയുമില്ല, ഒരു പാസ്റ്ററുമില്ല, ഒരു പുരോഹിതനുമില്ല, ഒരു പോപ്പുമില്ല. There is nobody greater than this greater than Jesus and greater than the apostles and the disciples of Christ. There is nobody in this earth who is more valuable, more greater than them. അവരെല്ലാം മാതാപിതാക്കൾക്കും സ്പൗസിനും കുഞ്ഞുങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഹൃദയത്തിൽ അവരെ കുറിച്ച് താല്പര്യമുണ്ട്. അവരുടെ നന്മയാണ് ഒന്നാം സ്ഥാനത്ത് ഒരു വ്യക്തിക്ക് കടന്നു വരേണ്ടത് ദൈവം കഴിഞ്ഞാൽ. If those people had the anointing of God and they called out and said you have regard for your family, care for your family, and we need to understand that if they could do such a way, they could say it from the Spirit of God, you have to give that kind of importance to the family. അപ്പോൾ അതിനൊരു മറുവശമുണ്ട്. ആരെങ്കിലും ഇത് പരിഗണിച്ചില്ലെങ്കിൽ അവൻ അധമന്മാരിൽ അധമനാണ്. And if somebody neglects all those things, he will be worse than worse people. പലപ്പോഴും നമ്മൾ അത് ഗ്രഹിക്കാറില്ല. Many times we don't bless somebody. നാം വലിയവരാണെന്ന് വിചാരിച്ച് നടക്കുക. We think that we are great people. ദൈവത്തിന്റെ സന്നിധാനത്തിൽ സീറോ മാർക്കാണ്. But we have zero value in the presence of God. കർത്താവായ യേശുക്രിസ്തു ഉപമ പറഞ്ഞ ഒരു താലന്ത് ലഭിച്ച മനുഷ്യനോട് നമുക്ക് സദൃശ്യപ്പെടുത്തിയാൽ മതി. We can see the parable what Jesus Christ said about the man who got one talent. അവൻ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞു, നീ തന്ന താലന്ത് ഇതാ ഞാൻ ഇത് സൂക്ഷിച്ചു, ഇപ്പോൾ മടക്കി തന്നിരിക്കുന്നു. When Jesus came and asked him about the talent, he said, whatever you have given me, I have kept it safe. I'm giving it back to you. അവനോട് ചോദിച്ചാൽ അവനൊരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, കൊടുത്തത് അതുപോലെ തിരിച്ചു കൊടുത്തു, വിശ്വസ്തയോട് കാര്യം ചെയ്തു വന്നാണ്. If you ask him, he did not do anything wrong. Whatever has been given to him, he faithfully returned it back. എന്നാൽ കർത്താവിനെ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ, നീ ആ പണം അവിടെ വെച്ചിട്ട് അത് കുറഞ്ഞ പക്ഷം ബാങ്കി കൊണ്ടിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയേനെ. അതുകൊണ്ട് കാര്യത്തെ കാര്യകാരണ സഹിതം കാണാൻ കഴിയാത്ത നീ ദുഷ്ടനാണ്, മടിയനാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. But we can see the way Jesus is addressing that man is that you are a wicked and lazy man. At least you could have put it in the bank. You should have got some kind of value to it, and you could have made some kind of interest out of it and gain out of it. അതുപോലെ തന്നെയാണ് ദൈവം നിനക്ക് തന്ന ഗിഫ്റ്റ് ടാലന്റായി നിന്റെ കഴിവനുസരിച്ച് നിന്നെ കണ്ടുകൊണ്ട് നിന്റെ മാതാവിനെയും പിതാവിനെയും നിന്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെയും നിന്റെ മക്കളെയും നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നീ വിശ്വസ്തയോട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ചിന്താഗതിയിലാണ്. That is why the reason God has entrusted us with talents, probably the value of the people entrusted to you, like your children, your spouses, your parents, everything is entrusted to us, that thinking that we will be faithful to handle in the right manner. നിന്റെ സ്വന്തമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടോ ആ അറിവ് കൊണ്ടോ നീ തെറ്റിദ്ധരിച്ചിട്ടോ ശരിയായ വണ്ണമോ ആ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോയാൽ ദൈവസന്നിധാനത്തിൽ നീ അലസനാണ്, നീ മടിയനാണ്, നീ അധമന്മാരിൽ അധമനാണ്. If you willfully or by misunderstanding the ways, if you change your ways out of it, you neglect the responsibilities what God has entrusted on you, then you become the man of worse than a worse man. അതാണ് കർത്താവിന്റെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഈ ഭൂതബാധിതനോട് കർത്താവ് പറയുന്നത്, നീ എൻ്റെ കൂടെ വരണ്ട, എൻ്റെ കൂടെ വന്നാൽ നിനക്ക് നല്ലതാണ്, പക്ഷേ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനൂടെ ദൈവത്തിൻ്റെ നന്മയെ ദൈവത്തിൻ്റെ കരുണയെ നിനക്ക് വന്ന മാറ്റത്തെ അവർ കണ്ട് സന്തോഷിക്കണം. That is the reason when this man was asking Jesus, shall I come along with you? And Jesus said, no, it is good for you to come along with us, but it is not only for your good. You go back to your home, let them also be blessed with whatever happened to your life. That is the way how God regards the family of this man. നീ സന്തോഷിക്കുന്നതോടൊപ്പം നിന്റെ കുടുംബവും
നിന്നോടൊപ്പം The സന്തോഷിക്കണം. way how you are pleased and joyful in the presence of God, likewise your family has to do the same. നിനക്ക് മാറ്റം വന്നത് ദൈവം നിന്നോട് കരുണ കാണിച്ചത് അവരോട് കണ്ട് സന്തോഷിക്കണം. Let those people also see what changes of God made in your life, the miracle what He's done in your life. Let them be also joyful in that. ഈവൻ നീ വീണ്ടും ജനിക്കുമ്പോൾ ബോൺ അഗൈൻ ആവുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ കുടുംബം കൂടെ രക്ഷിക്കപ്പെടണം. When you come to Christ and when you accept Christ as your Lord and Savior Jesus Christ, what God expects is that not only you, your household has to come to the saving faith of നിന്നിൽ grace. കൂടെ നടക്കേണ്ടത് കൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. That is why it has to happen through your life. That is why Paul calls out and says that you believe in the Lord Jesus Christ, and not only you, your household shall be saved. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിന്റെ പൈതലായാൽ നിനക്ക് സ്വാർത്ഥത പാടില്ല. നീ വചനം കൂടാതെ എന്ന് വെച്ചാൽ വാക്കുകൊണ്ട് പറയാതെ ജീവിതം കൊണ്ട് തെളിയിക്കണം നീ ഒരു ക്രിസ്ത്യാനിയാണ്. നിന്റെ ജീവിതം കണ്ടിട്ട്, നിന്റെ അകത്തെ നല്ല സ്വഭാവം കണ്ടിട്ട്, നിന്റെ ക്യാരക്ടർ കണ്ടിട്ട്, നിന്റെ ബിഹേവിയർ കണ്ടിട്ട്, നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ദൈവത്തെ നീ വെളിപ്പെടുത്തണം. അങ്ങനെ അവർ ഈ കർത്താവിനെ അറിയണമെന്നാണ് പത്രോസ് പറഞ്ഞത്. Once you experience the salvation gift of God, you should not be selfish, but rather through your Christ-like nature, your characteristics has to be changed. Through that, through the ways and behavior and attitude of yours, other people should see Christ through your life. അത് മനസ്സിലാക്കിയ ഈ മനുഷ്യൻ നിരാശനാകുന്നില്ല, പദം പറയുന്നില്ല. അവൻ നേരെ വീട്ടിൽ ചെന്നു, വീട്ടുകാരോട് പറഞ്ഞു, നാട്ടു മുഴുവൻ യേശു ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു നടന്നു. This man who understood the value what God was telling him, he not only he went to his household, he went entire village and town and he proclaimed the good news of what has happened to him. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പറഞ്ഞ് എവിടെയൊക്കെയാ 10 പട്ടണങ്ങളിൽ, അവിടെ ഗ്രീക്ക് പട്ടണമായ 10 പട്ടണം അവന് ചുറ്റുമുണ്ടായിരുന്നു. അവിടെയൊക്കെയും ചെന്ന് യേശു പറഞ്ഞത്, യേശു അവന് വേണ്ടി ചെയ്തത്, യേശു അവന് ഉപകാരം ചെയ്തത്, അവനെ വിടുവിച്ചത് അവൻ ഘോഷിച്ചു തുടങ്ങി. എല്ലാവർക്കും ഒരു ആശ്ചര്യമായി. And it says here that the man started off to visit the 10 towns of that region and began to tell everyone about the great things Jesus has done for him, and everyone was amazed at what he has told them. അപ്പോൾ കർത്താവേ, നിന്നെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭാര്യയെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ മക്കളെ കുറിച്ച് മാത്രമല്ല, നിന്റെ മാതാപിതാക്കളെ കുറിച്ച് മാത്രമല്ല, നിന്റെ നാട്ടിലുള്ളവരുടെയും നന്മയും അവരും കർത്താവിനെ അറിയുവാൻ, കർത്താവിന്റെ സന്ദേശം കേൾക്കുവാൻ, ഒരു ആശ്ചര്യമായി നിന്നെ കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. What God desires is that not only to you, not only to your near and dear ones, the families, but to the entire town and region which you can influence. God wants everybody to be joyful. Was what happened, the blessing what you receive from Christ, let them be also coming into the saving grace of God. യേശു നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ പ്രിയപ്പെട്ടവരെയും കരുതുന്നു, സ്നേഹിക്കുന്നു. അവരെ എല്ലാ വിധത്തിലും നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിന്നോട് അവൻ കൽപ്പിക്കുന്നത്. Jesus loves you and cares for you, not only you, your families, your near and dear ones, your entire household. That is why he's proclaiming and telling you, commanding you to just go and preach this to people. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണോ, ഒരപരാധമാണോ, നിന്നയാണോ, അതോ എങ്ങനെയാണ് നിങ്ങൾ മുഖാന്തരം അവരായിരിക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിക്കാം. The ones who's hearing us this morning, and just examine yourself. Are you a blessing or a curse to the near and dear ones in your family? നിങ്ങൾ അനുഗ്രഹമാണെങ്കിൽ പിന്നെയും ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഒരു ശാപമാണ്, ഒരു അപമാനമാണ്, ഒരു അപരാധമാണെങ്കിൽ യേശുവിലേക്ക് മടങ്ങി വരിക. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ വിടുവിക്കും. നിനക്കൊരു അനുഗ്രഹമായിരിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കും. If you are a blessing to your near and dear ones, may God continue to bless you abundantly. But if you are a curse or in such a way you are an abomination to them, you should come back to Christ, and God will definitely change your heart, and He will use you mightily for hereafter. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും അനുഗ്രഹം നിന്നിൽ നിന്ന് തുടങ്ങട്ടെ. അതിന് ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ രാജൻ വർഗീസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ചാലും. And let that blessing begin with you from this moment onwards. Let you become a greater blessing to everybody around you. You not only your household, to the towns and the regions and the societies and the communities. May God richly bless you in these words. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന കർത്താവെ, നിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാനും അങ്ങേ ആരാധിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ ദൈവം സാവകാശം തന്നതിനാൽ സ്തോത്രം കർത്താവെ. അങ്ങയുടെ ദാസനിൽ കൂടി കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവെ.
യേശു ക്രിസ്തു പാപികളെ സ്നേഹിപ്പാനായി ലോകത്തിലേക്ക് കടന്നു വന്നു. താൻ കടന്നുപോയ സ്ഥലങ്ങളിലെല്ലാം പ്രതികൂലങ്ങളുടെയും ഭാരങ്ങളുടെയും ദുഃഖങ്ങളുടെയും കണ്ണുനീരിൻ്റെയും നടുവിൽ കടന്നവർക്ക് അവരെ തേടി ചെന്ന് അവരെ വീണ്ടെടുത്ത ദൈവമേ, ആ ഭാവം തന്നെ ഞങ്ങളിൽ ഉണ്ടായിരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എവിടെ ഞങ്ങളെ ആക്കിയിരിക്കുന്നുവോ ആ സ്ഥലത്ത് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാൻ, കർത്താവെ കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിപ്പാൻ, ഞങ്ങൾക്ക് കൂട്ടിനായി തന്നവരെ സ്നേഹിപ്പാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളെ സ്നേഹിപ്പാൻ, അനേകരുടെ മുമ്പിൽ മാതൃകയുള്ളവരായി ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയാം കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ടെ. വരുന്ന ആഴ്ചക്കാലം സഭയായിട്ട് കൂടി വരാൻ ആഗ്രഹിക്കുന്നല്ല കർത്താവെ, യാതൊരു ഭാരമോ പ്രയാസമോ രോഗമോ ഒന്നും ഞങ്ങളെ അലട്ടുവാൻ ദൈവം അനുവദിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോൽക്കാലം ഈ പ്രസംഗം കേൾക്കുകയും കർത്താവെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവെ, തങ്ങളുടെ ജീവിതത്തിലുള്ള തീരുമാനവും പ്രതിഷ്ഠയും എടുപ്പാൻ, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തോത്രം. എങ്ങനെയായിത്തീരും എന്തായിത്തീരുമെന്ന് ഓർത്ത് ഭാരത്തോടെ കഴിയുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദിവസങ്ങളിൽ പകരുമാറാകണമേ. ധൈര്യവും ബലവും കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവെ, ഞാൻ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സമാധാനത്തിൻ്റെ പ്രഭുവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. കർത്താവെ, പാട്ടുപാടുവാൻ ഞങ്ങളുടെ സൗരസ്വരന്മാരെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. കർത്താവെ, ഇന്ന് പോൽക്കാലം ഞങ്ങൾക്ക് ആത്മീയ സന്തോഷത്തിനായി സമാധാനത്തിനായി സ്തോത്രം. ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുകയാണ് കർത്താവെ. അങ്ങയുടെ നാമം മാത്രം മഹത്വമെടുത്താൽ ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ പ്രതിസന്ധിയിൽ കൂടി പ്രയാസങ്ങൾ കൂടി രാജ്യം കടന്നു പോകുന്നില്ല കർത്താവെ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവെ. എല്ലാ വിഷയത്തിൻ്റെ മേലും പ്രവർത്തിപ്പാൻ ദൈവം മതിയായവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവരുണ്ട് കർത്താവെ, സാമ്പത്തികമായി ഞെരുക്കമുള്ളവരുണ്ട് കർത്താവെ, രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവ്. സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വം എടുത്താട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും കൂട്ടായ്മയും ഞങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും എപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യുക, മറ്റുള്ളവരൂടെ അതറിയട്ടെ. വരുന്ന ആഴ്ചയിലെ ദൈവം അനുവദിക്കുന്ന പക്ഷം ഇവിടെ കുറച്ച് ജനങ്ങൾ കൂടി ആരാധന തുടങ്ങും. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെയും ആശീർവദിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. അടുത്ത ആഴ്ചയിലും ഓൺലൈനിൽ കാണും. ഞങ്ങൾക്കിവിടെ ആരാധനയുണ്ടെങ്കിലും ആ സമയത്ത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കടന്നു വരിക. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ ആസ്വദിക്കുമാറാകട്ടെ. ആമേൻ.